നമ്മൾ നാഷണൽ ജിയോഗ്രഫിക്കിലും ആനിമൽ പ്ലാനറ്റിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ടൈഗറിൻ്റെ ഹണ്ട് നമ്മുടെ കൺമുമ്പിൽ വെച്ച്, അതും കാട്ടുപോത്തുകളെ വേട്ടയാടാനുള്ള ശ്രമം ഈ അടുത്ത് നമുക്ക് ബന്ദിപ്പൂർ വെച്ച് കാണാനുള്ള ഭാഗ്യമുണ്ടായി കേട്ടോ. കാട്ടുപോത്തുകളായിട്ട് വളരെ ക്ലോസ് ഡിസ്റ്റൻസിലാണ് ടൈഗർ ഉള്ളത്. ഇതിൻ്റെ എല്ലാ ഇടയിലായിട്ടാണ് നമ്മുടെ സഫാരി വാഹനം ഉള്ളത്. വളരെ ശ്രദ്ധാപൂർവ്വം കാട്ടുപോത്തുകളെ കടുവ നിരീക്ഷിക്കുന്നതും പൊസിഷൻ എടുക്കുന്നതും പിന്നെ അവൻ്റെ കാമോഫ്ലേജ് കഴിവ് ഉപയോഗിച്ചിട്ട് വളരെ ശ്രദ്ധാപൂർവ്വം കാട്ടുപോത്തുകളുടെ ശ്രദ്ധയിൽ വരാത്ത രീതിയിൽ തന്നെ അവൻ പൊസിഷൻ എടുക്കുന്നതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത് കേട്ടോ. എന്താണെങ്കിലും ക്ലൈമാക്സിൽ കടുവ കാട്ടുപോത്തുകളുടെ നേരെ ചാടുന്നതും അവൻ്റെ അറ്റാക്കിംഗ് സ്റ്റൈലും കാട്ടുപോത്തുകൾ ചെതറി ഓടുന്നതൊക്കെ നമുക്ക് ഈ വീഡിയോ കാണിക്കുന്നുണ്ടേ. യെസ്, അപ്പോൾ നമ്മൾ ബന്ദിപ്പൂരാണുള്ളത്. ബന്ദിപ്പൂർ JLRൻ്റെ 3 മണിക്കൂറുള്ള ജിപ്സി സഫാരിയിലാണുള്ളത്. ആഫ്റ്റർനൂൺ ടൈമാണ്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഈ ബന്ദിപ്പൂർ കാട്ടിലെല്ലാം പുല്ലൊക്കെ ഫുള്ള് കരിഞ്ഞുണങ്ങി ഫുൾ ഡ്രൈ ആയിട്ടുള്ള ഫോറസ്റ്റ് ഭംഗിയാണ് തീരെ കുറഞ്ഞു തരും. അപ്പോൾ ഒരു വാട്ടർ ബോഡിയുടെ സൈഡിൽ കുറേ പുല്ലൊക്കെ പച്ചപ്പണഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ സൈഡിൽ ഒരുപാട് കാട്ടുപോത്തുകൾ നിന്ന് മെയ്യുന്ന നമ്മൾ കാണുവാണേ. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഗ്രൂപ്പാണ്. ആ കാടിൻ്റെ ഉള്ളിലെല്ലാം കാട്ടുപോത്തുകളുണ്ട്. അപ്പോൾ നമ്മുടെ വാഹനത്തിൽ ആദ്യമായിട്ട് സഫാരിക്ക് വരുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി കാട്ടുപോത്തുകളെ കണ്ടപ്പോഴത്തേക്കും. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ കാട്ടുപോത്തുകളാണെങ്കിലും നോക്കി ഒന്ന് അലേർട്ടായി, ഒന്ന് വാച്ച് ചെയ്തു. പക്ഷേ നമ്മൾ മനുഷ്യരാണ്, സഫാരി വാഹനങ്ങളൊക്കെ കാണുന്ന കാട്ടുപോത്തുകളായതുകൊണ്ടായിരിക്കാം അവർ വീണ്ടും അവരുടെ തീറ്റ തുടർന്നു കേട്ടോ. എങ്കിലും അവർ ഭയങ്കര അലേർട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ തല പൊക്കി നോക്കും, കംപ്ലീറ്റ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യും ഈ ഏരിയയിലൊക്കെ അവരുടെ പ്രിഡേറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. മെയിനായിട്ട് കാട്ടുപോത്തുകളെ വേട്ടയാടാൻ പറ്റുന്നത് ടൈഗർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ഇത്രയും വലിയൊരു അനിമലല്ലേ. അപ്പോൾ 1 ടണ്ണ് 1.25 ടണ്ണ് 1.5 ടണ്ണ് വരെയൊക്കെ വെയിറ്റുള്ള കാട്ടുപോത്തുകളെയാണ് ടൈഗർ ഒറ്റയ്ക്ക് അടിച്ചിടുന്നതെന്ന് ഓർക്കണം. സഫാരി വാഹനങ്ങളാണെങ്കിൽ അവിടെ കടുവേനെ കണ്ടു, ഇവിടെ പുലിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ചന്നം ഭിന്നം പായുന്നുണ്ട്. നമ്മളാണെങ്കിൽ അമിത പ്രതീക്ഷയിലുമാണുള്ളത്. ഇപ്പോൾ എന്താണെങ്കിലും കടുവയോ പുലിയോ ആരോ ഒരാൾ ഈ ഏരിയയിൽ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. പുലിയാകാനാണ് സാധ്യത കൂടുതൽ. കണ്ടില്ല, ലങ്കൂറൊക്കെ പേടിച്ചിട്ട് ഓടുന്നുകൊണ്ട് അവന്മാർ അലാം കോൾ ഇടുന്നുണ്ട്. കൂടാതെ ഇതാ മാനുകളൊക്കെ നല്ല രീതിയിൽ അലാം കോൾ ഇടുന്നുണ്ട്. അതായത് മാനുകൾ അവരുടെ പ്രിഡേറ്റേഴ്സിനെ ഒരു സേഫ് ഡിസ്റ്റൻസിൽ കാണുകയോ അല്ലെങ്കിൽ സംശയം പ്രകടിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അന്നേരം ഇടുന്നൊരു ശബ്ദമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു മാനുകൾ എല്ലാവരും തന്നെ അലേർട്ടാവും ഈ ഒരു ശബ്ദം കേട്ട് കഴിയുമ്പോൾ. എന്തായാലും കുറച്ച് നേരം അധികം 2 സ്ഥലങ്ങളിലായിട്ട് പുലിനെയും കടുവേനെയും നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷെ കാണാൻ ഭാഗ്യമുണ്ടായില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ ആദ്യം കാട്ടുപോത്തുകളെ കണ്ട് ആ തടാകത്തിൻ്റെ കരയിലേക്ക് ചെല്ലുവാണേ. കോരിത്തരിച്ചു പോകുന്ന കാഴ്ചയാണ്. നമ്മുടെ തൊട്ടടുത്തായിട്ട് കാട്ടുപോത്തുകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കണ്ടോ? ഒരു മെയിൽ ടൈഗറാണ്. അവനാണ് കാട്ടുപോത്തുകളെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് പൊസിഷൻ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സഫാരി വാഹനത്തിൽ നിന്ന് അധികം ദൂരത്തിലൊന്നും ആയിട്ടല്ല കടുവ ഉള്ളത്. അപ്പോൾ ഇടത് സൈഡിലായിട്ട് കാട്ടുപോത്തുകൾ മെയ്യുന്നുമുണ്ട്. അവരാണ് കടുവനെ ഇതുവരെ കണ്ടിട്ടുമില്ല. അപ്പോൾ നമ്മുടെ വലത് സൈഡിലായിട്ടുള്ള ആ വാട്ടർ ബോഡിയുടെ തിട്ടയിൽ മറഞ്ഞിരുന്നിട്ടാണ് കടുവ കാട്ടുപോത്തുകളെ നിരീക്ഷിക്കുന്നത്. കടുവ എപ്പോഴും ഇങ്ങനെയാണ്, മറഞ്ഞിരുന്നവൻ നിരീക്ഷിച്ചിട്ട് കറക്റ്റായി സെറ്റ് ഇട്ടിട്ട് ചാടി ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുക ഇരകളെ. എന്താണെങ്കിലും ടൈഗറിൻ്റെ ഈ ഒരു പൊസിഷൻ നമുക്ക് ഒരുപാട് നല്ല നല്ല ഫോട്ടോസും നല്ല വീഡിയോയും എടുക്കാനുള്ള അവസരം കിട്ടി കേട്ടോ. അപ്പോൾ ഈ ടൈഗറിനെ നോട്ടം വിട്ടു കേട്ടോ. ഇവൻ ഇനി ബന്ദിപ്പൂരിൽ എണ്ണം പറഞ്ഞ കടുവകളിൽ ഒന്നായി മാറാൻ സാധ്യതയുള്ള എല്ലാ പൊട്ടൻഷ്യലുള്ളൊരു കടുവയാണ്. ഇവൻ കഴിഞ്ഞ മാസം, അതായത് ജനുവരി 25-ാം തീയതി ഒരു സ്ലോത്ത് ബിയറിനെ അടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ടൈഗറൊന്നും ധൈര്യപ്പെടുന്ന സംഭവമല്ല. പക്ഷേ ഇവൻ ആ സ്ലോത്ത് ബിയറിനെ അറ്റാക്ക് ചെയ്ത് വെള്ളത്തിൽ വാട്ടർ ഹോളിൽ വെച്ച് കീഴ്പ്പെടുത്തി അവനെ കൊന്നു തിന്നുക ചെയ്തത്. ആ സ്ലോത്ത് ബിയറിനെ അറ്റാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഓൾറെഡി. ഇതേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കടുവ അവിടുന്ന് മാറിപ്പോയി. അപ്പോൾ നമ്മൾ ആ കൂടെ വിഷമിച്ചു, ഇനിയിപ്പോൾ അവനെ കാണാൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവൻ മറ്റൊരു സൈഡിൽ നിന്ന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അതായത് കാട്ടുപോത്തുകളെ പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടുന്ന് നടന്ന് മാറി കുറച്ചും കൂടെ ബാക്കിലോട്ടായിട്ട് വന്നിട്ടുണ്ട്.
ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം അവൻ്റെ ഫോക്കസാണ്. നമ്മൾ ഇത്രയും ആൾക്കാർ നമ്മുടെ വാഹനങ്ങളെല്ലാം ബഹളമിട്ട് അത് അവനെ ഡിസ്റ്റർബ് ചെയ്തിട്ട് കൂടി അവൻ്റെ ഫോക്കസിൽ നിന്ന് അവൻ ഒട്ടും മാറിയിട്ടില്ല എന്നുള്ളതാണ്. കാട്ടുപോത്തുകളാണെങ്കിൽ അവനെ കണ്ടിട്ടില്ല ഇതുവരെ, അവരാണെങ്കിൽ അലേർട്ടായിട്ട് നോക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇതുവരെ കടുവേനെ അവർക്ക് കാണാനായിട്ടില്ല. അപ്പോൾ ഈ കടുവ ഏതാനും മാസങ്ങൾക്ക് മുന്നേ മാത്രമാണ് നമ്മുടെ സഫാരി സോണിൽ സൈറ്റിംഗ് തന്നു തുടങ്ങിയത്. അപ്പോൾ ഏകദേശം 4 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കടുവയാണ്. അപ്പോൾ ഇതിന് മുന്നേ വേറൊരു മെയിൽ ടൈഗർ ആയിരുന്നു ഈ ഏരിയയിൽ ഡോമിനൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനെ കീഴ്പ്പെടുത്തിയിട്ടാണ് ഈ ഏരിയ ഇവൻ കൈയടക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത നാളുകളിലായിട്ട് ഇവൻ്റെ സൈറ്റിങ്സ് സഫാരി വാഹനങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. ഇത്രയും പ്രഭാവമുള്ള ആ ഒരു എലഗൻ ലുക്കുള്ള ടൈഗറിനെ നമുക്ക് കാണാൻ കിട്ടുന്നതിന് വലിയൊരു ഭാഗ്യമാണ് നേരിട്ട് കാട്ടിൽ പോയിട്ട്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞല്ലോ, കടുവകളുടെ വേട്ടയാടൽ എന്ന് പറഞ്ഞാൽ അവർ പാത്തിരുന്ന് സെറ്റ് ഇട്ടിട്ട് അധികം ഓടിക്കാതെ തന്നെ മൃഗങ്ങളെ കഴുത്തിന് പിടിച്ച് കീഴടക്കി കിടത്തി കൊല്ലുവാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ആശാനുള്ളത്. അങ്ങനെ പിടുത്തം കിട്ടിയില്ല എങ്കിൽ പുറകെ ഒരുപാട് ഓടിച്ചിട്ട് പിടിക്കാനൊന്നും കടുവ മെനക്കാടാറില്ല. അതുകൊണ്ട് തന്നെ ടൈഗറിൻ്റെ ഹണ്ടിങ്ങിൽ സക്സസ് റേറ്റും കുറവാണ് താനും. ഇനിയിപ്പോൾ കടുവയുടെ ശ്രമം എന്ന് പറഞ്ഞാൽ പരമാവധി ദൂരം കുറയ്ക്കുക. ഇപ്പോൾ സേഫ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു 15 അടി 20 അടി ദൂരം വരെയൊക്കെ ഇപ്പം പോയി പതുങ്ങിയിരിക്കുക എന്നുള്ളതാണ് ഇവൻ്റെ ടാർഗറ്റ്. ഇനി അതിനവനെ സഹായിക്കുന്നതായിട്ട് അവൻ്റെ കാമോഫ്ലേജ് എബിലിറ്റിയാണ്. ആ പുല്ലിൻ്റെയും കാടിൻ്റെയും ഒക്കെ മറവിൽ ഇവൻ്റെ ഈ ഒരു ഓറഞ്ച് കളറും ബ്ലാക്ക് കളറുമായിട്ടുള്ള ആ ഷെയ്ഡ് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, കാട്ടുപോത്തുകളുടെ ശ്രദ്ധയിലേക്ക് വരാതെ. ഈ ഫ്രെയിമിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാഷണൽ അനിമലും നാഷണൽ ബേർഡും ഒറ്റ ഫ്രെയിമിൽ നമുക്ക് കിട്ടിയേക്കും. ഇവിടെ 2 മയിലുകളാണ് ഇവിടെ ഉള്ളത്. അവർ 2 പേരും ടൈഗറിനെ നേരത്തെ നോട്ടീസ് ചെയ്തതാണ്. എന്നാൽ ഒരു അലാം കോൾ പോലും കൊടുക്കാതെ അവർ ഒരു ഹണ്ട് നമ്മളെപ്പോലെ തന്നെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുമോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ആ 2 മയിലുകൾ ഈ ഏരിയ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുവാണ്.
അങ്ങനെ ഫൈനലി നമ്മുടെ ടൈഗർ ആ റോഡിൻ്റെ അറ്റം വരെ കാട്ടുപോത്തുകളെ ശ്രദ്ധയപ്പെടാണ്ട്, ഇത് കണ്ടില്ലേ, വളരെ ചുരുങ്ങിയ ഡിസ്റ്റൻസേ ഉള്ളൂ അവർ തമ്മിൽ, ഏകദേശം ഒരു 15 അടി ഡിസ്റ്റൻസ് വരെ ഇവരുടെ ശ്രദ്ധയപ്പെടാതെ എത്തി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഒരു ഒറ്റ ചാട്ടം അവൻ ഉദ്ദേശിക്കുന്ന ആളെ കീഴ്പ്പെടുത്തുക, കഴുത്തിന് പിടിച്ച് അവനെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി കിടത്തി കൊല്ലുക എന്നുള്ളതാണ് ഇനി അവൻ്റെ ടാർഗറ്റ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സിംഹത്തിനോ വേറെ ഏതെങ്കിലും ഒരു അനിമലിനോ ഇത്രയും വലിയൊരു ജീവജാലത്തിനെ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താനുള്ള ധൈര്യം ഉണ്ടാവുമോ? നിങ്ങൾ പറ. സത്യം പറഞ്ഞ് എന്താ സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് റീപ്ലേ ചെയ്ത് നോക്കാം, അത് വളരെ സ്ലോ മോഷനിൽ. ഈ ഒരു പോയിന്റിൽ മാത്രമാണ് കാട്ടുപോത്തുകൾ ടൈഗറിനെ കാണുന്നത്. ടൈഗറിൻ്റെ ടാർഗറ്റ് ആകട്ടെ ആ മുന്നിൽ നിൽക്കുന്ന വലിപ്പമുള്ള കാട്ടുപോത്ത് തന്നെയാണ്. പക്ഷേ അവൻ്റെ കണക്കൂട്ടിലെ തെറ്റിച്ചുകൊണ്ടായിരിക്കാം ആ കാട്ടുപോത്തും കുഞ്ഞും കൂടെ ലെഫ്റ്റിലോട്ട് ഓടി രക്ഷപ്പെട്ടത്. അപ്പോൾ അവൻ ടാർഗറ്റ് മാറ്റി രണ്ടാമത്തെ കാട്ടുപോത്തിൻ്റെ നേരെ ഒരു ചാടാനുള്ള ശ്രമം നടത്തി. അതും പരാജയപ്പെട്ടതോടുകൂടി അവൻ ഓടി കാട്ടിലോട്ട് കയറുക ചെയ്യുന്നത്. എന്താണ്, ഇതൊരു വലിയ കൂട്ടം കാട്ടുപോത്തുകളായിരുന്നു. അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലായിട്ടില്ല അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ, കടുവയുടെ ഹണ്ട് സക്സസ് ആയോ ഇല്ലയോ എന്നുള്ളത്. എന്താണെങ്കിലും ഇത് കണ്ടില്ലേ, മയിലിരിക്കുന്നത് കണ്ടോ, ആ കൊമ്പത്ത് കയറി അവൻ ബാൽക്കണി കയറിയിട്ട് തന്നെ ഹണ്ട് കാണാൻ വേണ്ടി കയറി ഇരിപ്പുണ്ടായിരുന്നു ആദ്യമേ. കടുവയുടെ ഓടിക്കലിൽ കൂട്ടം തെറ്റിപ്പോയ ആ കാട്ടുപോത്തിൻ്റെ കുഞ്ഞിതെ ഓടി കൂട്ടത്തോട് ചേരാൻ പോവാണേ. എന്തായാലും കാട്ടുപോത്തുകളൊക്കെ ഇപ്പോഴും വളരെ അലേർട്ടാണ്. നമ്മുടെ സഫാരി ടൈം ഏകദേശം കഴിയാൻ പോവാണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, നമ്മൾ JLRൻ്റെ 3 മണിക്കൂറിലെ ജിപ്സി സഫാരിയിലാണുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് പാക്കേജാണ്. ഇപ്പോൾ രണ്ടാമത്തെ സഫാരി നമുക്ക് രാവിലെയുണ്ട്. ആ രാവിലത്തെ സഫാരിയിലും നമുക്ക് കിഡിലൻ സൈറ്റിംഗ് ആയിരുന്നു. ഒരു മെയിൽ ലെപ്പേഡിൻ്റെ സൈറ്റിങ്ങും ടൈഗറിൻ്റെ സൈറ്റിംഗ് ഒക്കെ ആയിട്ടുള്ള കിഡിലൻ സഫാരി വീഡിയോ അടുത്തതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക, ലൈക്കും ഷെയറൊക്കെ തന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.